വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് യുദ്ധം എങ്ങനെ ഇന്ത്യയെ ബാധിക്കുമെന്ന അവസ്ഥ. ഹോർമിസ് കടലിടുക്ക് അടച്ചാൽ ഇന്ത്യയിലേക്കുള്ള എണ്ണവരവ് എങ്ങനെ തടസ്സപ്പെടും? കഴിഞ്ഞ മാസങ്ങളിൽ 50% എണ്ണ ഇന്ത്യയിലേക്ക് വന്നത് ഇതുവഴി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതോടുകൂടി എണ്ണ വില വർധനവിലും വലിയ വർധനവിന് സാധ്യതയുണ്ട്. എങ്ങനെ ഇന്ത്യയെ ഈ യുദ്ധം ബാധിക്കുമെന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. അജയ് സുധാബിജ ചേരുന്നു. അജയ്, യുദ്ധം എങ്ങനെ ഇന്ത്യയെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നേരിട്ടുള്ള വഴികൾ. പക്ഷേ സാമ്പത്തിക വഴികളിലും ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഒട്ടും ചെറുതല്ല. എന്തായിരിക്കും ഇന്ത്യക്ക് മുന്നിലുള്ള വെല്ലുവിളി? പ്രധാനമായിട്ടും ഈ ഹോർമുസ് കടലെടുക്ക് അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഈ പ്രവാസികളെ സംബന്ധിച്ച ഒരു ഇഷ്യൂ അത് ഇന്ത്യ ആദ്യം മുതൽ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ലാതെ ഈ പ്രവാസികളെ സംബന്ധിച്ച് ആശങ്കയിലല്ലാതെ ഇന്ത്യയെ ഒരു ദീർഘകാലത്തേക്ക് സാമ്പത്തികമായി ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിൽ നടക്കുന്ന സംഘർഷങ്ങൾ. പ്രത്യേകിച്ച് ഹോർമുസ് കടലെടുക്കിൽ നടക്കുന്ന ആക്രമണങ്ങൾ. ഹോർമുസ് കടലെടുക്കിലുള്ള ഒരു സംഭവം അത് നമ്മൾ ഇന്നലെ അതിനെ പറ്റിയിട്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിരുന്നു. അതായത് ഇതുവഴിയുള്ള ഒരു കപ്പൽ ഗതാഗതം നിലച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലേക്കുള്ള ഒരു സാധനങ്ങളുടെ എക്സ്പോർട്ടിനെയും ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഒരു ഇമ്പോർട്ടിനെയും അത് സാരമായി തന്നെ ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഈ ഹോർമുസ് കടലെടുക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുന്ന ഒരു സാധനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം എണ്ണ തന്നെയാണ്. എണ്ണ ഒരു വലിയ ഒരു വിഭാഗമായിട്ടുള്ള സാധനങ്ങളാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത എണ്ണയുടെ ഏതാണ്ട് 50% ഈ ഹോർമുസ് കടലെടുക്ക് വഴിയാണ് വന്നിട്ടുള്ളത്. ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി അത് ഒരു അസാമാന്യമായി ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാനും അത് ഇന്ത്യയിലുള്ള പെട്രോളിയം വസ്തുക്കൾക്കുള്ള വിലയിൽ ഉൾപ്പെടെ സ്വാധീനം ചെലുത്താനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെയുള്ള സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഏതാണ്ട് 10% വർധനവാണ് ആഗോളതലത്തിൽ തന്നെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായത്. പക്ഷേ ഇന്ത്യയിൽ നിലവിലെ വില ഇന്ത്യയിൽ അത് പ്രതിഫലിച്ചിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ അനിയന്ത്രിതമായി കൂടുതൽ ഈ വിലവർധനവ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ അടക്കം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമെല്ലാം ഞായറാഴ്ചയായിരുന്നു, ഈ മാർക്കറ്റ് തുറന്നിരുന്നില്ല. ഇന്ന് വീണ്ടും ഈ മാർക്കറ്റ് തുറന്ന ഘട്ടത്തിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി നാളെ രാവിലെയൊക്കെ എത്തുമ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് കാണാൻ സാധിച്ചേക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയിൽ നിന്നുള്ള ഒരു കയറ്റുമതിയെയും ഇത് വലിയ തരത്തിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കയറ്റുമതി നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും ഈ അരി ഉൽപ്പന്നങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ബസുമതി അരിയുടെ കയറ്റുമതിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അരി അത് വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബസുമതി അരിയുടെ 25% കയറ്റുമതി ചെയ്യുന്നത് ഇറാനിലേക്കാണ്. അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇത്തരത്തിൽ കയറ്റുമതി നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ. അതുമാത്രമല്ല മറ്റ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. മറ്റ് ഈ പെട്രോളിയം റിഫൈനറി ഉൽപ്പന്നങ്ങൾ അത് കയറ്റി അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾ അത് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റൈൽസ്, അതുപോലെ മറ്റ് കെമിക്കൽസ്, പിന്നെ എഞ്ചിനീയറിംഗ് ഗുഡ്സ്, പിന്നെ ആഭരണങ്ങൾ ഒരു വലിയ പങ്കാണ്. അത് UAE-യിലേക്ക് അടക്കം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. UAE ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു ഒരു ആഭരണ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ആഭരണങ്ങൾ UAE-യിലേക്ക് ഇന്ത്യ പ്രതിവർഷം കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഈ ആഭരണ വിപണിയെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നിരവധി ഇന്ത്യക്കാരടക്കം അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ മോഡൽ ആഭരണങ്ങൾ, ഇത്തരം വസ്തുക്കൾ, ജെംസ്, അതിനൊക്കെ ഒരുപാട് ആവശ്യക്കാർ അവിടെയുണ്ട്. അപ്പോൾ ഇതുവഴിയുള്ള ഒരു ഗതാഗതം അത് നിലയ്ക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വലിയ പ്രതിസന്ധി വരും. ഇത് തീർച്ചയായിട്ടും എണ്ണ വിലയെ മാത്രമാകില്ല, മറ്റ് അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിക്കാനും വലിയ ഇൻഫ്ലേഷനും അത് ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതങ്ങൾക്കും കാരണമാകും. LPGക്ക് ഉൾപ്പെടെ വില കൂടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു വഴിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ. അത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇത് ഒരു സമവായത്തിലൂടെ തീർക്കണം എന്ന് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. UAE പ്രസിഡന്റിനെ ഇന്ത്യ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, നരേന്ദ്രമോദി സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഈ UAE-യോടൊപ്പം ഇത്തരത്തിൽ ഈ ആക്രമണങ്ങളിൽ UAE-യുടെ പരമാധികാരം സംരക്ഷിക്കാനൊപ്പം നിൽക്കും എന്നാണ് ഇന്ത്യ ഒരു പിന്തുണ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇസ്രായേലിനോടും ഈ ആക്രമണത്തിൽ ഇന്ത്യ ആശങ്ക
അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് അതൊരു ദൂരവ്യാപക പ്രത്യാഘാതമാണ് ഇതുവഴി ഉണ്ടാകാൻ പോകുന്നത്. പ്രവാസികളെ അത് നേരിട്ട് ബാധിച്ചേക്കാം. അല്ലാതെ ഈ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് ഈ വരും ദിവസങ്ങളിലും പിന്നീട് അത് ഏറ്റവും ഗുരുതരമായിട്ടും ഇന്ത്യയെ പലതരത്തിൽ ബാധിച്ചേക്കും. യെസ്, അജയ് സൂചിപ്പിച്ചതാണ് സാഹചര്യം. എങ്ങനെയാണ് യുദ്ധം ഇന്ത്യയെ ബാധിക്കുക എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ഉത്തരം. പലതരത്തിലുണ്ട് ബാധം. ഒന്ന്, നമുക്ക് നമ്മുടെ യൂറോപ്യൻ യാത്ര, ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രയും ആശങ്കയും അതുണ്ടാക്കുന്ന പ്രതിസന്ധി. അതിനുമപ്പുറം സാമ്പത്തിക രംഗത്തേക്ക് ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്ന മറ്റ് ചില ഘടകങ്ങളുണ്ട്. അതാണ് നേരത്തെ സൂചിപ്പിച്ച ഒന്ന്, ഇന്ത്യയിലേക്കുള്ള എണ്ണ വരവ് വലിയ രീതിയിൽ തടസ്സപ്പെടും. ഈ വർഷത്തിൻ്റെ ആദ്യമുള്ള 2 മാസങ്ങൾ, അതായത് ജനുവരിയും ഫെബ്രുവരിയും ഇന്ത്യയിലേക്ക് വന്ന 25% എണ്ണയും വന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അത് തടസ്സപ്പെട്ടാൽ അതുണ്ടാക്കുന്ന ആശങ്കകൾ ഏറ്റവും മുഖ്യം രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയായി മാറുന്നുണ്ട്. മറ്റൊന്ന് നമ്മുടെ കയറ്റുമതിയാണ്. നമ്മുടെ വിദേശ നാണ്യം നമുക്ക് നേടിത്തരുന്ന കയറ്റുമതിയെ ബാധിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയുണ്ട്. മറ്റൊന്നുമല്ല, ബസുമതി അരി നമ്മൾ കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്ന് ഇറാനാണ്. 25%-ലധികം, നമ്മുടെ 50%-ഓളം കയറ്റുമതി, നമ്മുടെ ബസുമതി അരിയും കയറ്റുമതി ചെയ്യപ്പെടുന്ന രാജ്യം ഇറാനാണ്. അത് സ്വാഭാവികമായും നമുക്കുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല. അപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് ഇത് ബാധിക്കുക എന്നതാണ് നമ്മൾ പങ്കുവെച്ച കാര്യം. യുദ്ധം ഇന്ത്യയെ ബാധിക്കുന്നത് എങ്ങനെയാണ്? ഹോർമസ് കടൽ അടച്ചാൽ അതുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതായിരിക്കില്ല. ഗൾഫിലെ ഒരു വ്യവസായി നിസാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നിസാർ, താങ്കൾ എവിടെയാണ് ഗൾഫിൽ? ഞങ്ങൾ ബഹ്റൈനിലാണ്. ഓക്കെ, എന്താണ് അവിടുത്തെ അവസ്ഥ? എന്താണ്? ആശങ്കപ്പെടുന്ന പ്രശ്നങ്ങളുണ്ടോ? ബഹ്റൈനിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് മിനിഞ്ഞാന്നാണ് ഇങ്ങനെ ഇറാൻ ആദ്യമായിട്ട് ഇവിടെ ആക്രമണം തുടങ്ങിയത്. ആദ്യമൊക്കെ അമേരിക്കൻ ബേസുകളിലായിരുന്നു. പിന്നെ മിനിഞ്ഞാന്ന് വൈകിട്ടോടുകൂടി ആളുകൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ടവറിലൊക്കെ തുടങ്ങി. ഇന്നലെ പകല് കുറച്ച് ശാന്തമായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഏത് ഭാഗത്താണ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു വരുന്നുള്ളൂ. എന്തായാലും ഒരു മൊത്തത്തില് ഒരു പ്രശ്നങ്ങളാണ് ഉള്ളത്. യെസ്, അവിടെ ഈ കുവൈറ്റിലും മാത്രം US എംബസിക്ക് നേരെ പോലും ചില നീക്കങ്ങളൊക്കെ ഉണ്ടായതായി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജനജീവിതം പുറത്തേക്ക് ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ആ തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? അല്ല, അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നമുക്ക് സൈറണുകളും അതുപോലെ മെസ്സേജുകളൊക്കെ ഇവിടുന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.